السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأتباعه أجمعين. قال الله سبحانه وتعالى في كتابه الحكيم: واعتصموا بحبل الله جميعا. صدق الله مولانا العظيم. ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ UAE രാഷ്ട്ര കമ്മിറ്റിയുടെ പ്രസിഡന്റും എനിക്കേറെ പ്രിയങ്കരനുമായ അവസാനത്തിനെതിരെ ഉസ്താദ് അവർ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കൃഷ്ണകേരള ജമിയത്തുൽ ഉലമായുടെ കരുത്തനായ കാര്യദർശി ഒടിയൂർ ഉസ്താദ് അവർ, ഈ പ്രവാസി കൂട്ടായ്മയുടെ നമ്മുടെ നാട്ടിലെ പ്രമുഖ ഓർഗനൈസർ PK സുലൈമാൻ മൗലവി ഉസ്താദ് അവർ ഗൾഫിൽ ഈ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നു ഞങ്ങളിലേക്കൊക്കെ അത് പ്രസരിപ്പിച്ച ഞങ്ങൾക്കൊക്കെയേറെ പ്രിയപ്പെട്ട ചുങ്കപ്പാറ സലഫുദ്ദീൻ ബാക്കവി ഉസ്താദ് അവർ ഉൾപ്പെടെ നമ്മുടെ ഈ പരിപാടിയെ ശ്രമിക്കുന്ന വേദിയിൽ ഉപസ്ഥരായ പണ്ഡിതന്മാരെ, പ്രവാസി സഹോദരൻ, തീർച്ചയായിട്ടും പ്രവാസ ലോകത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ ഉപജീവന മാർഗം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കുടുംബം പോറ്റുന്നതിനും കുടുംബത്തിൽ വികാസം ഉണ്ടാക്കുന്നതിനും കഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടിട്ടാണ് ഏത് ഗൾഫ് നാടുകളിലോ വിദേശ നാടുകളിലോ ഒക്കെ നമ്മൾ എത്തുന്നത്. പക്ഷെ അവിടെ എത്തി അവിടെ ജീവിക്കുന്ന കാലഘട്ടത്തില് സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം ചുറ്റുപാടുകളുടെയും കാര്യം മാത്രം നോക്കാതെ സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമായി ഭവിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ കൂടി താല്പര്യം കാണിക്കുന്ന ബഹുമാന്യരായ എന്റെ പ്രവാസ സുഹൃത്തുക്കളുടെ മനസ്സിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം താനും തന്റെ കുടുംബവും എന്ന ചിന്തയിൽ നിന്ന് മാറിയിട്ട് താൻ പ്രവാസത്തിലായിരിക്കുന്ന കാലത്തോളം തനിക്ക് തന്റെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയണം, സംഘടനാപരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ഉയർന്ന ഒരു ചിന്തയാണ്. അതാണ് നേരത്തെ സലീം സാഹിബ് ഒക്കെ പറഞ്ഞത്. ആ ഉയർന്ന ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് സത്യത്തില് PKICC. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അഥവാ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ഗൾഫ് നാടുകളിലൊക്കെ എത്തുകയും അവിടെ ഒക്കെ കമ്മിറ്റികൾ വരികയും ഏതാണ്ട് 1000-ലധികം അംഗങ്ങൾ സജീവ പ്രവർത്തകർ ഉണ്ടാവുകയും ചെയ്ത ഈ സംഘടന അത്ഭുതകരമായി മുന്നേറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് സംഘടനയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കാൻ കഴിയുക, തീർച്ചയായിട്ടും കൃഷ്ണകേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ അത് നടപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെങ്കിലും അതിന്റെ മുഴുവൻ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും ശക്തമായ ഒരു ഭാഗമാണ് ഈ മഹത്തായ PKICC എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി തുടർന്ന് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ഗണ്യമായ ഒരു പങ്ക് വഹിക്കാൻ PKICCക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നായി ഒരു വ്യത്യാസമില്ലാതെ പറഞ്ഞതുപോലെ ദക്ഷിണ സംസ്ഥ വടക്ക് തെക്ക് ഒന്നും വ്യത്യാസമില്ലാതെ ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്ന ആളുകളെ മുഴുവൻ ചേർത്തുകൊണ്ട് നമുക്ക് നല്ലൊരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഗൾഫ് മേഖലകളിൽ കഷ്ടപ്പെടുന്ന മുഴുവൻ പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു തആല എല്ലാവിധ ഐശ്വര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് ഹജ്ജിന്റെ മഹത്തായ സമയങ്ങളിലാണ് നമ്മളുള്ളത്. ഈ വർഷത്തെ ഹജ്ജും ഏറ്റവും സുഗമമായി നടക്കുകയും ഹജ്ജിൽ നിന്ന് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയും കേൾക്കാൻ നമുക്ക് ഇടവരാതെ അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ.